ഹരേ കൃഷ്ണ. ഇന്ന് നമ്മളൊരു കഥയാണ് പറയാൻ പോകുന്നത്. മഹാഭാരതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം, ശിശുപാലനും കൃഷ്ണനും. പാണ്ഡവർ ദിഗ്വിജയമെല്ലാം കഴിഞ്ഞതിനു ശേഷം അവർ രാജസൂയം നടത്താനായിട്ട് തീരുമാനിക്കുന്നു. ആ സമയം അവിടെ ഭഗവാൻ കൃഷ്ണൻ എഴുന്നള്ളി. അദ്ദേഹം ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നു ചേർന്നിരിക്കുകയാണ്. ധർമ്മജനായ യുധിഷ്ഠിരൻ തൻ്റെ സഹോദരന്മാരോടും പുരോഹിതനായ ധൗമ്യനോടും വ്യാസനോടും ചേർന്ന് ഭഗവാന്റെ മുന്നിലെത്തി അദ്ദേഹത്തെ വന്ദിച്ചു. കുശല പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സോദരനായ ശ്രീകൃഷ്ണ, ഈ സമസ്ത ഭൂമണ്ഡലവും എനിക്ക് അധീനമായി തീർന്നത് അങ്ങയുടെ കൃപാകടാക്ഷം കൊണ്ടാണ്. ഈ സമ്പത്തെല്ലാം അവിടുത്തേക്കുള്ളതാണ്. വിധിപൂർവകമായ യജ്ഞവും ബ്രാഹ്മണ ഭോജനവും ഒരു മുടക്കവും കൂടാതെ നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് രാജസൂയ യജ്ഞം നടത്താൻ അവിടുന്ന് എന്നെ അനുവദിക്കണം. ഹേ ഗോവിന്ദ, അങ്ങ് തന്നെ യജ്ഞദീക്ഷ സ്വീകരിക്കുകയും വേണം. ഇതു കേട്ട് കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, ഹേ മഹാരാജാവേ, അവിടുന്ന് ചക്രവർത്തിയാണ്. അങ്ങ് തന്നെ യജ്ഞം ചെയ്യണം. അതുകൊണ്ട് അങ്ങ് യജ്ഞദീക്ഷ എടുത്താലും. ഇതു കേട്ട് തൊഴുകൈയോടെ ധർമ്മരാജൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞു, ഹൃഷികേശ, അവിടുന്ന് ഇവിടെ സ്വയം എഴുന്നള്ളിയത് എൻ്റെ ഭാഗ്യമാണ്. അങ്ങിവിടെ കാൽ വെച്ചപ്പോൾ തന്നെ എൻ്റെ മഹാസങ്കല്പം പ്രാവർത്തികമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ യജ്ഞം ശോഭനമായി പര്യവസാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്രകാരം പറഞ്ഞിട്ട് ധർമ്മരാജൻ സഹദേവനെയും മന്ത്രിമാരെയും വിളിച്ച് ധൗമ്യൻ്റെ നിർദ്ദേശാനുസരണം യജ്ഞത്തിനുള്ള കോപ്പ് കൂട്ടുവാൻ ആജ്ഞാപിച്ചു. ധർമ്മജൻ കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുന്നതിനു മുമ്പ് തന്നെ വിനയാന്വിതനായി സഹദേവൻ അറിയിച്ചു, ഹേ പ്രഭോ, അങ്ങ് കൽപ്പിച്ചതനുസരിച്ച് നേരത്തെ തന്നെ രാജസൂയത്തിനുള്ള വ്യവസ്ഥകളെല്ലാം ചെയ്തു കഴിഞ്ഞു. ധർമ്മരാജൻ യജ്ഞത്തിന് തയ്യാറായി. നാനാദേശങ്ങളിലുള്ള സകല ജാതി മനുഷ്യരും അവിടെ എത്തിച്ചേർന്നു. ധർമ്മരാജന് യോഗ്യമായ സമയത്തു തന്നെ ബ്രാഹ്മണന്മാർ യജ്ഞദീക്ഷ നൽകി. ഭീഷ്മരും ദ്രോണരും കൃപാചാര്യരും ധൃതരാഷ്ട്രരും വിതുരരും ദുര്യോധനനും സുബലനും ശകുനിയും അചലനും കർണനും അശ്വത്ഥാമാവും ജയദ്രഥനും ദ്രുപനും ദൃഷ്ടദ്യുമ്നും ഭഗദത്തനും ശിശുപാലനും എല്ലാം യജ്ഞഭൂമിയിൽ എത്തിച്ചേർന്നു. യജ്ഞഭൂമിയിൽ എത്തിച്ചേർന്ന രാജാക്കന്മാരും രാജകുമാരന്മാരും എണ്ണിയാൽ തീരുമായിരുന്നില്ല. മഹാരാജാവ് എല്ലാവരെയും ബഹുമാനിച്ചു. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തു. ധർമ്മരാജാവായ യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനെയും ഗുരുവായ ദ്രോണാചാര്യരെയും പാദനമസ്കാരം ചെയ്തുകൊണ്ട് പറഞ്ഞു, മഹാന്മാരായ ഭഗവാന്മാർ ഈ യജ്ഞത്തിൽ എന്നെ സഹായിക്കുമാറാകണം. കുന്നുപോലെ കൂട്ടിവച്ചിരിക്കുന്ന ഈ ധനസഞ്ചയം ഭഗവാന്മാരുടേതാണെന്ന് കരുതിയാലും യജ്ഞം ശുഭപര്യവസായിയായി തീരുവാനുള്ള എൻ്റെ മനോരഥം പൂർത്തീകരിച്ച് തരുക. തുടർന്ന് വന്നു ചേർന്നവർക്കെല്ലാം ഓരോരോ ഉത്തരവാദിത്തങ്ങൾ നൽകി. ഊട്ടുപുര ദുശാസനൻ്റെ മേൽനോട്ടത്തിലാണ്. അശ്വത്ഥാമാവിനെ ബ്രാഹ്മണ സേവയ്ക്ക് നിയോഗിച്ചു. സഞ്ജയൻ രാജാക്കന്മാരുടെ സ്വാഗത സൽക്കാരത്തിന് നിയുക്തമായി. ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യരുമെല്ലാം കാര്യങ്ങളുടെ സുഗമമായ നടത്തിപ്പ് സസൂക്ഷ്മം നോക്കിക്കണ്ടു. സ്വർണവും വെള്ളിയും എല്ലാം സൂക്ഷിക്കുന്നതിനും
അവയെ ദക്ഷിണ രൂപത്തിൽ കൊടുക്കുന്നതിനും കൃപാചാര്യരെ ചുമതലപ്പെടുത്തി. ധൃതരാഷ്ട്രാദികൾ നോട്ടക്കാർ എന്ന നിലയിൽ അവിടെ നിന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ചുമതലകൾ. വിതുരരായിരുന്നു ചിലവിൻ്റെ കണക്ക് എഴുതിയിരുന്നത്. കാഴ്ചവസ്തുക്കളെ സ്വീകരിച്ച് കണക്കെഴുതിയിരുന്നത് ദുര്യോധനൻ. ഭഗവാൻ കൃഷ്ണനാകട്ടെ ബ്രാഹ്മണരുടെ കാൽ കഴുകുന്ന ദൗത്യമാണ് ഏറ്റെടുത്തത്. ഇപ്രകാരം എല്ലാ പ്രധാനികളും ഏതെങ്കിലും ഒരു ജോലി സേവനം എന്നോണം ഏറ്റെടുത്തു. ധർമ്മരാജനെ നേരിട്ട് ദർശിക്കാൻ അവിടെ തടിച്ചുകൂടിയിരുന്ന ജനസമുദ്രത്തിൽ ആരും തന്നെ 1000 പണത്തിൽ കുറഞ്ഞത് കാഴ്ചപ്പണം വെച്ചിരുന്നില്ല. താൻ കൊടുക്കുന്ന ധനം കൊണ്ട് തന്നെ യജ്ഞത്തിൻ്റെ പൂർണ്ണ ചിലവും നടക്കണം എന്ന ഉദ്ദേശത്തോടെ ഓരോരുത്തരും മത്സരിച്ചാണ് അവിടെ പണം കെട്ടിവെച്ചത്. ഇനി അവിടെ കൂടിയിരുന്ന പ്രധാനപ്പെട്ട ആളുകളെ എല്ലാവരെയും ആദരിക്കുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അവരിലെ ശ്രേഷ്ഠതയ്ക്കനുസരിച്ച് മുൻഗണന നൽകി ബഹുമാനിക്കുന്ന ചടങ്ങ് നടക്കാൻ പോവുകയാണ്. ധർമ്മരാജൻ വിനയാന്വിതനായി ഭീഷ്മരോട് തിരക്കി, ഹേ പിതാമഹ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന മഹാന്മാരിൽ ആരെയാണ് ഞാൻ ആദ്യം ബഹുമാനിക്കേണ്ടത്? ദയവായി എനിക്ക് അങ്ങ് പറഞ്ഞു തരൂ. അവിടുന്ന് ആരെയാണ് സർവശ്രേഷ്ഠനായും ആദ്യം പൂജിക്കപ്പെടേണ്ടവനായും കരുതുന്നത്? ഭീഷ്മർ പറഞ്ഞു, ധർമ്മരാജ, ഇന്ന് ഭുവനത്രയങ്ങളിലും വെച്ച് യദുശിരോമണിയായ ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെയാണ് ആദ്യമായി പൂജിക്കേണ്ടത്. 1000 നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ തേജസ്വിയായി സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്നത് പോലെ 1000 ജനങ്ങളുടെ ഇടയിൽ തേജസ് കൊണ്ടും ബലം കൊണ്ടും പരാക്രമം കൊണ്ടും തെളിഞ്ഞു നിൽക്കുന്ന ഭഗവാൻ കൃഷ്ണനെ നീ കാണുന്നില്ലേ? കൂരിരുട്ട് ഏറിയിരിക്കുന്ന പ്രദേശത്തെ സൂര്യാഗമനം പോലെ ഭഗവാൻ ശ്രീകൃഷ്ണനിലൂടെ നമ്മുടെ സഭ ആഹ്ലാദ ചിത്തമായിരിക്കുകയാണ്. ഭീഷ്മദേവൻ്റെ ആജ്ഞ ലഭിച്ച മാത്രയിൽ മഹാപ്രതാപിയായ സഹദേവൻ വിധിപൂർവകം ശ്രീകൃഷ്ണനെ സൽക്കരിച്ചിരുത്തി. പൂജ ചെയ്തു. ഭഗവാനാകട്ടെ ശാസ്ത്രവിധി അനുസരിച്ച് ഉപചാരപൂർവം അതിനെ ഉൾക്കൊണ്ടു. സഭയാകെ ആനന്ദത്തിൽ ആറാടി. എന്നാൽ ഛേദി രാജാവായ ശിശുപാലന് ഭഗവാൻ കൃഷ്ണന് അഗ്രപൂജ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല. നിറഞ്ഞ സദസ്സിൽ അയാൾ ഭീഷ്മരെയും യുധിഷ്ഠിരനെയുമെല്ലാം ധിക്കരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനെ പുലഭ്യം പറയാൻ തുടങ്ങി. അയാളൊന്ന് വിളിച്ചു. വലിയ വലിയ മഹാത്മാക്കളും അതുപോലെ തന്നെ കേമന്മാരായ രാജർഷികളും ഈ സഭയിൽ ആവശ്യം പോലെ വിരാജിക്കുന്നുണ്ട്. അപ്രകാരമുള്ള ഈ സഭയിൽ രാജോചിതമായ ഒരു പൂജയ്ക്കും പാത്രമാകാൻ കൃഷ്ണന് അർഹതയില്ല. മഹാത്മാക്കളായ പാണ്ഡവന്മാർ കൃഷ്ണനെ അഗ്രപൂജയ്ക്ക് പാത്രമാക്കിയതിലൂടെ ഉചിതമല്ലാത്ത കർമ്മം ചെയ്തിരിക്കുകയാണ്. ഇത് അവരുടെ യോഗ്യതയ്ക്ക് യുക്തമല്ല. ഹേ പാണ്ഡവന്മാരെ, നിങ്ങൾക്ക് പക്വത വന്നിട്ടില്ല. അറിവില്ലാത്ത ബാലന്മാരെ പോലെയാണ് നിങ്ങൾ. നിങ്ങളുടെ ഈ പ്രവൃത്തി കൊണ്ട് എല്ലാവരും അപമാനിക്കപ്പെട്ടിരിക്കുന്നു. ഈ കൃഷ്ണൻ രാജാവൊന്നുമല്ല. പിന്നെ എങ്ങനെയാണ് രാജാക്കന്മാരിൽ ശ്രേഷ്ഠനെന്ന നിലയിൽ അഗ്രപൂജയ്ക്ക് അർഹനാവുക? പ്രായം നോക്കിയാലും സദസ്യരിൽ പലരെക്കാളും ഇയാൾ താഴെയാണ്. ഇയാളുടെ അച്ഛൻ വസുദേവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇയാൾ നിങ്ങളുടെ അഭ്യുതകാംക്ഷിയും സഹായിയുമാണെന്ന് കരുതിയാണ് നിങ്ങൾ ഈ വേണ്ടാത്ത വേല കാണിക്കുന്നതെങ്കിൽ ഇയാൾ ദ്രുപദനേക്കാളും നിങ്ങൾക്ക് വലുതാണോ എന്ന് ആലോചിക്കൂ. നിങ്ങൾ കൃഷ്ണനെ ആചാര്യനായി കണക്കാക്കുന്നുവെന്നത് ശരിയായിരിക്കാം. എന്നാൽ മഹാത്മാവായ ദ്രോണരെ പോലെ ഒരാചാര്യൻ ഈ സഭയിലുള്ളപ്പോൾ ആചാര്യസ്ഥാനത്ത് നിർത്തി കൃഷ്ണനെ പൂജിക്കാമോ? ഈ വിധം പറഞ്ഞ് ശ്രീകൃഷ്ണനെ ശിശുപാലൻ ആക്ഷേപിക്കുന്നു. പാണ്ഡവ,
രാജാതിരാജനായ ദുര്യോധനൻ, ഭരതവംശത്തിലെ ആചാര്യനായ മഹാത്മാവ് കൃപർ, കിം പുരുഷന്മാരുടെ ആചാര്യനായ ധ്രുമൻ, പാണ്ഡുവിന് തുല്യമായി ബഹുമാനിക്കേണ്ട സദ്ഗുണസമ്പന്നനായ ഭീഷ്മകൻ, ഇവരെല്ലാം ഇവിടെയുണ്ട്. എന്നാൽ ഇവരെ ഒന്നും കണക്കിലെടുക്കാതെ അവരുടെയെല്ലാം സാന്നിധ്യത്തിൽ നിങ്ങൾ കൃഷ്ണന് അഗ്രപൂജ നടത്തി വലിയ അനർത്ഥമാണ് വരുത്തിക്കൂട്ടിയിരിക്കുന്നത്. ഈ കൃഷ്ണൻ ഋത്തിക്കല്ല, രാജാവല്ല, ആചാര്യനുമല്ല. അങ്ങനെയിരിക്കെ എന്തു കിട്ടാനാണ് നിങ്ങൾ ഇയാളെ ഇത്ര കണ്ട് ബഹുമാനിച്ചത്? നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ ഞങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി എന്തിന് അപമാനിച്ചു? പട്ടി കൗശലം പാത്ത് ആഹാര സാധനങ്ങൾ തട്ടിയെടുത്ത് ഓടിയിട്ട് താൻ വിജയിച്ചുവെന്ന് അഭിമാനിക്കുന്നത് പോലെ അർഹതയില്ലാത്ത ഈ പൂജയെ സ്വീകരിച്ച് താൻ സ്വയം ധന്യത ഭാവിക്കുന്നുവല്ലേ? അർഹതയില്ലാത്ത ഈ പൂജ നീ പിടിച്ചു പറ്റിയെന്ന് കരുതി ഞങ്ങൾക്കൊരു നഷ്ടവുമില്ല. ശരിക്കു പറഞ്ഞാൽ അർഹതയില്ലാത്ത പൂജ നിങ്ങൾക്ക് തന്നത് നിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പറഞ്ഞ് ധാരാളം ദുഷ്ടവാക്കുകൾ കൊണ്ട് യുധിഷ്ഠിരനെയും ശ്രീകൃഷ്ണനെയും ശിശുപാലൻ അപമാനിച്ചു. ആ അവസരത്തിൽ യുധിഷ്ഠിരൻ പെട്ടെന്ന് ശിശുപാലൻ്റെ അടുത്ത് ഓടി വന്ന് ശിശുപാലനോട് പറഞ്ഞു, അങ്ങനെയൊന്നും പറയല്ലേ. ശ്രീകൃഷ്ണൻ്റെ പൂജ ഉചിതമല്ലെന്ന് ഇവിടെ മറ്റാർക്കും തോന്നിയിട്ടില്ല. ഞാൻ ഭീഷ്മപിതാമഹനോട് ചോദിച്ചിട്ട് തന്നെയാണ് ഈ വിധം ചെയ്തത്. യുധിഷ്ഠിരൻ ഇപ്രകാരം ശിശുപാലനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭീഷ്മർ അദ്ദേഹത്തെ നോക്കി പ്രസ്താവിച്ചു, ധർമ്മജ, ഭഗവാൻ കൃഷ്ണൻ 3 ലോകങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ്. ആരെങ്കിലും ഭഗവാൻ കൃഷ്ണൻ്റെ പൂജ അംഗീകരിക്കുന്നില്ല എങ്കിൽ അവനോട് ഈ വിധം പറയുന്നത് അനുചിതമാണ്. ക്ഷത്രിയ ധർമ്മമനുസരിച്ച് യുദ്ധത്തിൽ ജയിക്കുന്നവനെയാണ് ശ്രേഷ്ഠനായി കണക്കാക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ ഇരിക്കുന്ന രാജാക്കന്മാരിൽ ഏതു കാര്യത്തിലാണ് വിജയശ്രീലാളിതൻ അല്ലാത്തത്? അതുകൊണ്ട് ഇതുപോലുള്ള ആളുകളുടെ വാക്കുകൾ കേൾക്കണ്ട. എല്ലാ ഗുണങ്ങളും നിറഞ്ഞ ശ്രീകൃഷ്ണനാണ് അഗ്രപൂജയ്ക്ക് ഏറ്റവും ഉത്തമം. ഭഗവാൻ കൃഷ്ണന് നടത്തുന്ന ഈ പൂജയെ നിഷേധിക്കാൻ ഒരുവനും അവകാശമില്ല. ഞാൻ എൻ്റെ ഈ ദീർഘമായ ജീവിത കാലഘട്ടത്തിൽ വലിയ വലിയ ജ്ഞാനികളെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ തിരുവായിൽ നിന്നും സകല ഗുണത്തിനും ആശ്രയമാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന സകലുടെയും മനോഗതം ഞാൻ വേണ്ടുവിധം മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഈ ദേഹം അവതരിച്ചതു മുതൽ ഇന്ന് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ശ്രേഷ്ഠന്മാരിൽ നിന്ന് തന്നെ കേട്ടറിഞ്ഞിട്ടുണ്ട്. ശിശുപാല, സ്വാർത്ഥ ലാഭം കൊണ്ടോ കല്യാണ ബന്ധം കൊണ്ടോ ഉപകാര സ്മരണ കൊണ്ടോ ഒന്നുമല്ല ഞങ്ങൾ ശ്രീകൃഷ്ണനെ പൂജിച്ചത്. പ്രപഞ്ചത്തിലെ സമസ്ത പ്രാണികൾക്കും സുഖദായകനാണ് അദ്ദേഹം എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ പൂജിച്ചത്. ഈ വിധം ഭീഷ്മർ ശിശുപാലനോട് പറഞ്ഞു. ഉടൻ തന്നെ മാതൃനന്ദനനായ സഹദേവൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവോത്തമനാണ്, പരമപരാക്രമിയാണ്. ഞാനാണ് അദ്ദേഹത്തെ പൂജിച്ചത്. ഞാൻ ചെയ്ത ഈ അഗ്രപൂജ ആർക്കെങ്കിലും സഹിക്കുന്നില്ലെങ്കിൽ അവൻ്റെ തലവെട്ടാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് സഹദേവൻ എഴുന്നേറ്റു. ആർക്കെങ്കിലും ഈ പൂജ ഇഷ്ടമല്ലെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കൊള്ളുക. എന്നാൽ അവിടെ കൂടിയിരുന്ന ആയിരങ്ങളുടെ ഒരു നാവ് പോലും ചലിച്ചില്ല. ആ സമയം ആകാശത്തു നിന്നും സഹദേവൻ്റെ ശിരസിൽ പുഷ്പവൃഷ്ടി ഉണ്ടായി. സഹദേവൻ പറഞ്ഞത് ഉചിതമെന്ന് ആകാശവാണിയും ഉണ്ടായി. ദേവർഷി നാരദനും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം മഹാന്മാരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് സ്പഷ്ടമായി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കമലനയനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പൂജ ആര് ചെയ്യുന്നില്ലയോ അവൻ ജീവിച്ചിരിക്കുകയാണെങ്കിലും അവനെ പിണമായി കരുതണം. അവനോട് ആരും ഉരിയാടുക പോലും അരുത്. നാരദൻ ഇത്രയും പറഞ്ഞ ശേഷം സഹദേവൻ ബ്രാഹ്മണരെയും
ക്ഷത്രിയരെയും യഥാവിധി പൂജിച്ചു. അപ്രകാരം പൂജാ മഹോത്സവം സമാപിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണനുള്ള അഗ്രപൂജ ശിശുപാലനിൽ വലിയ കോപമാണ് ഉണർത്തിയത്. അയാളുടെ കണ്ണുകളിൽ നിന്നും ചോര വാർന്നു വരുന്നത് പോലെ തോന്നി. അയാൾ രാജാക്കന്മാരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, ഞാനിതാ സേനാപതി എന്ന നിലയിൽ പറയുന്നു, നിങ്ങളെല്ലാം ഇപ്പോൾ ഏതു പക്ഷത്താണ് നിൽക്കുന്നത്? എന്നോട് ചേരുക, യാദവ പാണ്ഡവ സേനകളെ നമുക്ക് ഇല്ലാതാക്കാം. ഈ നിലയിൽ ശിശുപാലൻ യജ്ഞത്തിന് വിഘ്നം വരുത്തുവാൻ വേണ്ടി മറ്റു രാജാക്കന്മാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവരിൽ ചിലർ ശിശുപാലനോട് യോജിച്ചുകൊണ്ട് ക്രോധത്താൽ തിളച്ച് മറിഞ്ഞു. ശ്രീകൃഷ്ണന്റെ പൂജയും യുധിഷ്ഠിരന്റെ യജ്ഞാവസാനത്തിലുള്ള അഭിഷേകവും നടക്കുകയില്ല എന്ന് അവർ വിധി കൽപ്പിച്ചു. അലറി ആഞ്ഞടിക്കുന്ന തിരമാലകൾ പോലെ ചില രാജാക്കന്മാർ ആർപ്പുവിളികളോടുകൂടി യുദ്ധത്തിന് തയ്യാറാകുന്നത് യുധിഷ്ഠിരൻ കണ്ടു. അദ്ദേഹം ഭീഷ്മ പിതാമഹന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഹേ പിതാമഹ, ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? തടസ്സം കൂടാതെ യജ്ഞം അതിൻ്റെ പരിസമാപ്തിയിലെത്തുന്നതിനും പ്രജകളുടെ ഹിതം അപ്രകാരം പൂർത്തീകരിക്കുന്നതിനും അവിടുന്ന് ഒരു ഉപായം പറഞ്ഞു തന്ന് അനുഗ്രഹിക്കണം. ഭീഷ്മർ പറഞ്ഞു, മകനെ, നീ ഭയപ്പെടണ്ട. ഒരു പട്ടിക്ക് സിംഹത്തിനെ എന്തു ചെയ്യാൻ പറ്റും? നീ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യം ഞാൻ നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ട്. സിംഹം ഉറങ്ങുമ്പോൾ മാത്രമാണ് പട്ടികൾ കുരയ്ക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ നിശബ്ദനായിരിക്കുന്നത് കൊണ്ടാണ് ഇവന്മാർ ഒച്ചയുണ്ടാക്കുന്നത്. മൂർഖനായ ഈ ശിശുപാലൻ കുറേ രാജാക്കന്മാരെ പറഞ്ഞ് ഇളക്കിയിരിക്കുന്നു. അതിലൂടെ അയാൾ അവർക്കുള്ള യമപുരിയിലെ കവാടം തുറന്നിരിക്കുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ നിശ്ചയമായും ശിശുപാലനെ ഒതുക്കുന്നുണ്ട്. ആരെയാണോ അദ്ദേഹം വകവരുത്താൻ ആഗ്രഹിക്കുന്നത് അവർക്കാണ് ഈ വിധം ബുദ്ധിമുട്ടുണ്ടാവുക എന്നത് സ്വാഭാവികം. ഭഗവാൻ എല്ലാം കണ്ടുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നീ ഒട്ടും വേവലാതിപ്പെടേണ്ട. ഭീഷ്മരുടെ ഈ വാക്കുകൾ ശിശുപാലന്റെ ചെവിയിലും പെട്ടു. അയാൾ ഭീഷ്മരോട് കയർത്തുകൊണ്ട് പറഞ്ഞു, ഹേ ഭീഷ്മ, ഇവിടെ കൂടിയിരിക്കുന്ന രാജാക്കന്മാരെല്ലാം അപമാനിക്കപ്പെട്ടതിൽ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? പടുവൃദ്ധനായിട്ടും എന്തിനാണ് ഹേ നിങ്ങൾ കുലദ്രോഹം ചെയ്യാൻ തുടങ്ങുന്നത്? മൂർഖനും അഹങ്കാരിയുമായ കൃഷ്ണനെ ഇവിടെ അന്യായമായി പ്രശംസിച്ചപ്പോൾ നിങ്ങളുടെ നാവെന്തേ താഴ്ന്നുപോയത്? വിവരം കെട്ടവർ പോലും പുച്ഛിക്കുന്ന ഒരുവനെ ജ്ഞാനിയായി നിങ്ങൾ പ്രശംസിക്കുകയാണോ? പണ്ടെങ്ങാണ്ടോ ഈ കൃഷ്ണൻ ഒരു ബഗാസുരനെയോ കേശി രാക്ഷസനെയോ അല്ലെങ്കിൽ വൃഷഭാസുരനെയോ കൊന്നിട്ടുണ്ടെങ്കിൽ എന്ത്? ഒരു യുദ്ധത്തിലും ഇയാൾ പടനായകനൊന്നുമായിട്ടില്ല. ഒരു ശകടത്തെ ഇയാൾ ചവിട്ടി ഒടിച്ചു എന്നിരിക്കട്ടെ, അതിലെന്ത് മഹത്വമാണിരിക്കുന്നത്? ഇയാൾ ഗോവർദ്ധന പർവ്വതത്തെ 7 ദിവസം ഉയർത്തിപ്പിടിച്ചു പോലും. അതുകൊണ്ടിവിടെ സംഭവിക്കാൻ പാടില്ലാത്ത വല്ലതും സംഭവിച്ചോ? ഹേ, ഇയാൾ ഇടയന്മാരിൽ ഒരുവൻ മാത്രമാണ്. മഹാബലിയായ കംസന്റെ ഉപ്പും ചോറും തിന്ന് വളർന്നിട്ട് അയാളെ കൊന്നവനാണ്. ശിശുപാലന്റെ ഈ വിധമുള്ള വാക്കുകൾ കേട്ട് മഹാപരാക്രമിയായ ഭീമൻ ക്രോധത്തോടെ ചാടി എഴുന്നേറ്റു. ക്രോധത്താൽ ശിശുപാലനെ അയാൾ പിച്ചു ചീന്തുമായിരുന്നു. പക്ഷേ ഭീഷ്മർ ബലമായി ഭീമനെ തടഞ്ഞു. ഇത്രയുമൊക്കെയായിട്ടും ശിശുപാലൻ തണുത്തില്ല. അയാൾ വിളറി പിടിച്ചു തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഭീമനെ അനുനയിപ്പിച്ച ശേഷം ഭീഷ്മർ തുടർന്നു, ഭീമസേന, ഈ ശിശുപാലൻ ആരാണെന്ന് അറിയാമോ? ശിശുപാലൻ ചേതിരാജന്റെ വംശത്തിലാണ് ജനിച്ചത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അച്ഛൻ്റെ ഒരു സഹോദരിയാണ് ശിശുപാലൻ്റെ അമ്മ. ജനിച്ച സമയത്ത് ഇവന് 3 കണ്ണുകളും 4 കൈകളും ഉണ്ടായിരുന്നു. ജനിച്ചു വീണ ഉടൻ തന്നെ ഇവൻ കഴുതകളെ പോലെ നിലവിളിക്കാൻ തുടങ്ങി.
ഉറ്റവരും ഉടയവരും ഇത് കണ്ട് ഭയന്നുപോയി. അവർ കുട്ടിയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഈ അവസരത്തിൽ ഒരാകാശവാണി ഉണ്ടായി. ഹേ രാജാവേ, നിങ്ങളുടെ ഈ പുത്രൻ വളരെ ഐശ്വര്യമുള്ളവനും ബലവാനും ആയിരിക്കും. ഇവനെ കണ്ട് ഭയപ്പെടേണ്ട. അന്യഥാ ചിന്തിക്കാതെ ഇവനെ വളർത്തിക്കൊള്ളുക. അശരീരി കേട്ട മാതാവ് കുഞ്ഞിനെ മാറോടണച്ചു. 2 കൈകളും കൂപ്പി ആ അമ്മ ഇപ്രകാരം പ്രാർത്ഥിച്ചു: ഈ ഭവിഷ്യവാണി ഏതു ഭഗവാന്റെയുമാകട്ടെ, ഞാൻ ആ ചരണങ്ങളിൽ നമസ്കരിക്കുന്നു. എന്നാൽ എനിക്ക് ഒരു കാര്യം അറിയണം. എൻ്റെ പുത്രനെ ഹനിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാരാണ്? ആ പ്രാർത്ഥനയുടെ ഫലമായി വീണ്ടും ആകാശവാണി ഉണ്ടായി. അവൻ ആരുടെ മടിയിൽ ഇരിക്കുമ്പോഴാണോ അധികമുള്ള 2 കൈകളും പൊഴിഞ്ഞു പോകുന്നത്, ആരെ നോക്കുമ്പോഴാണോ അവൻ്റെ 3ാമത്തെ കണ്ണ് നഷ്ടമാകുന്നത്, അവനിൽ നിന്നുമാണ് ഇവന് മൃത്യു ഉണ്ടാകുന്നത്. അത്ഭുത ശിശുവിൻ്റെ ജന്മവൃത്താന്തം അറിഞ്ഞ് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ധാരാളം ആളുകൾ കുട്ടിയെ കാണാനെത്തി. വന്നവരുടെ എല്ലാവരുടെയും മടിയിൽ ചേതിരാജൻ കുട്ടിയെ വെച്ചു. എന്നാൽ അധികമുള്ള കൈ പൊഴിഞ്ഞു പോയില്ല, 3ാമത്തെ കണ്ണ് നഷ്ടമായതുമില്ല. ഭഗവാൻ കൃഷ്ണനും മഹാബലിയായ ബലരാമനും തൻ്റെ ബന്ധുവായ ചേതിരാജൻ്റെ സമീപം കുട്ടിയെ കാണാൻ വന്നു. പ്രണാമവും ആശീർവാദവും മംഗളവാദനവും എല്ലാം നടത്തി കൃഷ്ണനെയും ബലരാമനെയും സ്വാഗതം ചെയ്തു. തുടർന്ന് ശ്രീകൃഷ്ണൻ്റെ മടിയിൽ കുട്ടിയെ കൊടുത്തു. അതിശയമെന്ന് പറയട്ടെ, ആ സമയത്ത് കുഞ്ഞിൻ്റെ അധികമുള്ള 2 കൈകൾ പൊഴിഞ്ഞു പോവുകയും 3ാമത്തെ കണ്ണ് അടഞ്ഞു പോവുകയും ചെയ്തു. ശിശുപാലൻ്റെ അമ്മ ദുഃഖവും ഭയവും കൊണ്ട് ശ്രീകൃഷ്ണനോട് പറയാൻ തുടങ്ങി: കൃഷ്ണ, എനിക്ക് നിങ്ങളെ ഭയമാണ്. നിങ്ങൾ ദുഃഖിതന്മാർക്ക് ആശ്വാസവും ഭക്തന്മാർക്ക് അഭയവും നൽകുന്നവനാണല്ലോ. അതുകൊണ്ട് എനിക്കൊരു വരം തന്നാലും നിങ്ങൾ എൻ്റെ മുഖത്തു നോക്കിത്തന്നെ പറയണം, ശിശുപാലൻ്റെ അപരാധമെല്ലാം ക്ഷമിക്കുമെന്ന്. ശ്രീകൃഷ്ണൻ പറഞ്ഞു: നിങ്ങൾ സങ്കടപ്പെടണ്ട, ഞാൻ നിങ്ങളുടെ മകൻ്റെ 100 അപരാധം ക്ഷമിക്കും. എന്നാൽ അതിൽ കൂടുതൽ അപരാധമുണ്ടെങ്കിൽ അവൻ വധിക്കപ്പെടുക തന്നെ ചെയ്യും. ഭീമസേന, കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് കുലദ്രോഹിയായ ശിശുപാലൻ ഈ നിറഞ്ഞ സദസ്സിൽ വെച്ച് ഇത്രയും അധിക്ഷേപിച്ചത്. അല്ലെങ്കിൽ നീയൊന്ന് ചിന്തിച്ചു നോക്ക്, എന്നെ ഇത്രയും അപമാനിക്കാൻ ഈ ഭുവനത്തിലെ ഏതു രാജാവിന് ധൈര്യം വരുന്നത്? കുലത്തിന് കളങ്കമായ ഇവൻ ഇപ്പോൾ കാലൻ്റെ കരവലയത്തിലാണ്. ഈ മൂർഖന് നമ്മെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അവൻ ഇവിടെ കിടന്ന് അലറുന്നത്. എന്നാൽ അല്പസമയത്തിനുള്ളിൽ അവൻ വധിക്കപ്പെടുമെന്ന കാര്യം അവനിപ്പോൾ അറിഞ്ഞുകൂടല്ലോ. ഭീഷ്മരുടെ കഥനം കേട്ട് ശിശുപാലന് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അയാൾ ക്രോധം കൊണ്ട് കലിതുള്ളിപ്പറഞ്ഞു: ഭീഷ്മ, നിങ്ങൾ ഒരു വൈതാളികനെ പോലെ തുടർച്ചയായി കൃഷ്ണനെ പുകഴ്ത്തുന്നുണ്ടല്ലോ. ആ കൃഷ്ണൻ എന്തേ എനിക്കെതിരെ തിരിയാത്തത്? എനിക്കയാളെ പരമപുച്ഛമാണ്. ശിശുപാലൻ ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ ഗംഭീരഭാവത്തോടെ ശ്രീകൃഷ്ണൻ പറഞ്ഞു: ഹേ രാജാക്കന്മാരെ, ഇവൻ എനിക്കുമായി കുടുംബ ബന്ധമുള്ളയാളാണ്. എന്നാലും നമ്മോട് ശത്രുത വെച്ചു പുലർത്തുന്നു. യദുവംശീയരായ ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടി ഇവരോട് ഞങ്ങൾ യാതൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഇവനാകട്ടെ ദോഷങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഇവൻ ദ്വാരകാപുരിയിൽ തീ വെക്കാൻ ശ്രമിച്ചു. ഭോജരാജനായ രൈവതകൻ പർവ്വതം ചുറ്റിക്കാണാൻ പോയ സമയത്ത് അയാളുടെ സുഹൃത്തുക്കളെയെല്ലാം കൊല്ലുകയും കുറച്ചുപേരെ പിടിച്ചുകെട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. എൻ്റെ അച്ഛൻ അശ്വമേധം ചെയ്യുന്ന കാലത്ത് ഈ പാപി ഈ യജ്ഞം മുടക്കാൻ വേണ്ടി കുതിരയെ പിടിച്ചു കെട്ടി. യദുവംശത്തിലെ തപസിയായ ബഭ്രാവിൻ്റെ പത്നി സൗവീരദേശത്തേക്ക് പോകവേ അവളുടെ സൗന്ദര്യത്തിൽ മോഹിതനായ ഇവൻ അവളെ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയി. പിന്നീടൊരിക്കൽ കലുഷരാജാവിനെ ഭർത്താവായി ലഭിക്കാൻ തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഭദ്ര എന്ന സ്ത്രീയെ
വേഷം മാറി വന്ന് വഞ്ചിച്ച് ഇവൻ തട്ടിക്കൊണ്ടുപോയി. ഇതെല്ലാം കണ്ടും കേട്ടുമിരുന്ന എനിക്ക് അക്കാര്യത്തിലുണ്ടായ ദുഃഖം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. ബന്ധുത്വവും ഇവൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വരവും മാനിച്ച് നിവർത്തിയില്ലാതെ അതെല്ലാം സഹിക്കുകയാണ്. ഇന്നിതാ ആ ദുഷ്ടൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നു. ഇന്ന് ആദരണീയരായ ഈ മഹാരാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച് അഹങ്കാരം മൂത്ത ഇവൻ ചെയ്ത തെറ്റ് ഞാൻ ഒരിക്കലും സഹിച്ചു കൊടുക്കുകയില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കവേ തന്നെ ശിശുപാലൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് അയാൾ പറഞ്ഞു, കൃഷ്ണ, എനിക്ക് 100 തവണ നിന്നെ ഭർസിക്കാമെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് സഹിച്ചോ. നിനക്കത് പറ്റുകയില്ലെങ്കിൽ തോന്നിയതുപോലെ ചെയ്യുക. നിന്റെ ദേഷ്യവും സ്നേഹവുമെല്ലാം എനിക്ക് ഒരുപോലെ തന്നെയാണ്. ശിശുപാലൻ ഇത്രയും പറഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ സുദർശന ചക്രത്തെ സ്മരിച്ച മാത്രയിൽ ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ സുദർശന ചക്രം തിളങ്ങാൻ തുടങ്ങി. ഹരികൃഷ്ണ. എന്നിട്ട് ശ്രീകൃഷ്ണൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നരപതിമാരെ, ഇതുവരെ ഞാൻ ഇവനെ സഹിച്ചത് ഇവൻ്റെ അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം മാത്രം. 100 അപരാധം ക്ഷമിക്കാമെന്ന കരാർ കൊണ്ടാണ് ഇവനു നേരെ ഞാൻ ഇത്രയും കാലം ഒന്നും ചെയ്യാതിരുന്നത്. ഇവൻ്റെ അപരാധങ്ങൾ ഇപ്പോൾ 100 കവിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നോക്കി നിൽക്കെ തന്നെ ഞാനിതാ ഇവൻ്റെ ശിരസ് ഛേദിക്കുന്നു. ഇത്രയും പറഞ്ഞ ശ്രീകൃഷ്ണൻ ജനം കണ്ണടച്ചു തുറക്കുന്നതിനു മുമ്പ് ശിശുപാലൻ്റെ ശിരസ് ഛേദിച്ചു. അനേകം പേർ നോക്കി നിൽക്കെ ചേതനയേറ്റ ശിശുപാലൻ്റെ ജഡം നിലം പൊത്തി. നിലത്തു വീണ ശിശുപാലൻ്റെ ശരീരത്തിൽ നിന്നും സൂര്യനു തുല്യം പ്രകാശിതമായ ഒരു ജ്യോതിസ് പുറത്തു വന്നു. ആ ജ്യോതിസ് ഭഗവാൻ കൃഷ്ണനെ പ്രണമിച്ച് ഭഗവാനിൽ ലയിച്ചു. ഈ അത്ഭുത സംഭവം കണ്ട് അവിടെ കൂടിയിരുന്ന ജനസമൂഹം ആശ്ചര്യത്തിലായി. ഈ സമയം എല്ലാവരും ഒന്നടങ്കം ശ്രീകൃഷ്ണനെ വാഴ്ത്തി. ധർമ്മരാജന്റെ കൽപ്പനയനുസരിച്ച് ഭീമസേനനും മറ്റു സഹോദരന്മാരും ഉടൻ തന്നെ ശിശുപാലൻ്റെ പ്രേത സംസ്കാരത്തിനുള്ള വ്യവസ്ഥ ചെയ്തു. തുടർന്ന് രാജാവായ യുധിഷ്ഠിരൻ അവിടെ കൂടിയിരുന്ന മഹാന്മാരുടെ സാന്നിധ്യത്തിൽ ചേതി രാജ്യത്തിൻ്റെ അധിപനായി ശിശുപാലൻ്റെ മകനെ വാഴിച്ചു. ഹരേ കൃഷ്ണ. ഇതാണ് ശിശുപാലൻ്റെ കഥ. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പല ശത്രുക്കളെയും തൻ്റെ തൃക്കൈയാൽ വധിച്ചു കഴിഞ്ഞിരുന്നു. പല ശക്തന്മാരെയും എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മഹാഭാരത യുദ്ധം നയിച്ചത്, ശരിക്കും യുദ്ധം ചെയ്തത് ഭഗവാനാണെന്ന്. പ്രബലന്മാരായ പലരെയും വധിച്ചിട്ടാണ് അവസാനം ആ വലിയ യുദ്ധത്തിലേക്ക് ഭഗവാൻ പോകുന്നത്. കാരണം അവിടെ മഹാഭാരത യുദ്ധ സമയത്ത് ശിശുപാലൻ എതിർചേരിയിൽ വന്നു നിന്ന് പാണ്ഡവരോട് യുദ്ധം ചെയ്താൽ മറ്റുള്ളവർക്ക് ആർക്കും ശിശുപാലനെ വധിക്കാൻ കഴിയില്ല, ഭഗവാന് മാത്രമേ വധിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ യുദ്ധത്തിൽ ആയുധമെടുക്കാതെയാകണം ഭഗവാൻ പോകേണ്ടത് എന്നും നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ എല്ലാം മുൻകൂട്ടി ഓരോ കാര്യങ്ങളും ചെയ്തു വെക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഇപ്പോൾ നമുക്ക് പല ആപത്തുകളും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും വരുന്നത് നമുക്ക് തോന്നും എന്തോ വലിയ കുഴപ്പം കൊണ്ടാണെന്ന്. പക്ഷേ നാളെ ഒരു വലിയ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉണ്ടാകുന്ന പല സംഭവങ്ങളുമെന്ന് മനസ്സിലാക്കി ഈശ്വര ഭജനത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അങ്ങനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാം ചെയ്യുന്ന ആളാണ് ഈശ്വരൻ. അതുകൊണ്ട് താൽക്കാലികമായുള്ള പ്രശ്നങ്ങളെപ്പറ്റി ഓർത്ത് ദുഃഖിക്കാതെ ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ വന്നത് നാളെയുള്ള വലിയ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിച്ച് ഈശ്വര ഭജനത്തിൽ ഇരിക്കുക. ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ യാതൊരു പിശുക്കും കൂടാതെ ലൈക്ക് ചെയ്യുകയും വേണം.
അത് കണ്ടാലല്ലേ എനിക്കറിയത്തുള്ളൂ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ എന്ന്. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കഥകൾ നിങ്ങൾ കമൻ്റിട്ട് ചോദിക്കുക. എനിക്കറിയാവുന്നതാണെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ.